നമസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ മുറിവ് ഉണങ്ങും മുൻപ് തന്നെ അവിടെ കള്ളാടിയിൽ ഇന്നലെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. 3 പേർ മരണപ്പെട്ടു, 5 പേരെ കാണാനില്ല എന്നതൊക്കെയാണ് അവസാനമായി ലഭിച്ച വിവരം. എന്താണെങ്കിലും ഇന്നലെ നമ്മളെ പേടിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന, നെഞ്ചിടിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ പലതരം ചാനലുകളിലൂടെ കണ്ടു. മരിച്ച ഓരോ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ. മുറിവേറ്റവർ എത്രയും പെട്ടെന്ന് ഭേദമായി വീടുകളിലേക്ക് പോകട്ടെ. ചില ആളുകളുടെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ. എനിക്കിന്ന് പറയാനുള്ളത് ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു രീതിയെക്കുറിച്ചാണ്. എപ്പോഴും അറിയാം അവർ ദുരന്തങ്ങൾ ആഘോഷിക്കുന്ന ആളുകളാണെന്ന്. പക്ഷെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ, ഒന്നിൽ കൂടുതൽ 2ൽ കൂടുതൽ ആളുകളൊക്കെ മരണപ്പെടുന്ന തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെയൊക്കെ ആഘോഷം പരിധി കടക്കുന്നു എന്ന് എനിക്ക് പല ദൃശ്യങ്ങളിലൂടെയും വ്യക്തമായി. ഇന്നലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ എന്ന കാര്യം ഞാൻ പറയണ്ട, അവരൊക്കെ വല്ലാതെ അങ്ങ് ആഘോഷിച്ചു കേട്ടോ. കാരണം ആ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിനിടയിൽ ഇങ്ങനെയുള്ള കച്ചിത്തുരുമ്പുകൾ അവർക്ക് കിട്ടുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അത് മുതലെടുക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. ഇന്നലെ അവർ തുടർച്ചയായിട്ട് ഒരേ ദൃശ്യം വീണ്ടും വീണ്ടും കാണിച്ചു. അതായത് അവിടെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ബസ് സ്റ്റോപ്പിലോ മറ്റോ ആണ്. അങ്ങ് ദൂരെ നിന്ന് ഈ മണ്ണും വെള്ളവും എല്ലാം കൂടെ ഒലിച്ചു വരികയാണ്. ഒരു ടാങ്കറും അതിൻ്റെ ഒപ്പം ഒലിച്ചു വരുന്നുണ്ട്. പെട്ടെന്ന് കുറേ ആളുകൾ അതിനടിയിൽ പെടുകയാണ്. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നും അങ്ങോട്ട് ഓടിയവർ, അവിടെ നിന്നും ഇങ്ങോട്ട് ഓടിയവർ, ചിതറി ഓടിയവർ, അവരിൽ എത്ര പേർ രക്ഷപ്പെട്ടു ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ദൃശ്യം വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ട് അത് ആദ്യം കണ്ടപ്പോഴേ നമുക്ക് വല്ലാത്തൊരു നെഞ്ചിടിപ്പാണ്. പ്രത്യേകിച്ച് ഹൈ BP ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ നമുക്ക് കയറുകയാണ്. നമ്മളവിടെ അത് അനുഭവിച്ചില്ലെങ്കിൽ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഭീതിയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഓരോരുത്തരെയും കുറിച്ച് അവർ പറയുകയാണ്. ഓരോ തവണ ഈ ദൃശ്യം കാണിച്ചിട്ട് ആ റെയിൻകോട്ട്, നീല നിറത്തിലുള്ള റെയിൻകോട്ട് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയ ചേട്ടൻ അതിനടിയിൽ പെട്ടോ, അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹം എവിടെയാണ്, അദ്ദേഹം അതിൽ പെട്ടോ അതോ രക്ഷപ്പെട്ടോ, എന്താണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പിന്നീടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ കുറിച്ചും ഇങ്ങനെ വിശദീകരിക്കുകയാണ്. പാലത്തിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണാം. പാലത്തിന്റെ നടുക്കുവരെ എത്തിയിട്ടുണ്ട്. പാലം കടക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ്. അതുകൂടാതെ അവിടെ നിന്ന് കരഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന, ഫോണിൽ വിളിച്ച് ബന്ധുക്കളെയൊക്കെ വിവരം അറിയിക്കുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം വാവിട്ട് കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുകയാണ്. അത് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം നിർത്താതെ കരഞ്ഞുകൊണ്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. അതിൻ്റെ വിഷ്വല് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് അത് കൊടുക്കുന്നു. വല്ലാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിപ്പോയി ഇതൊക്കെയെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും കൂടാതെ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അതൊരു ടൂറിസത്തിനുള്ള സാധ്യത പോലെ, അവസരം പോലെ കാണുന്ന കുറേ ആളുകൾ ഈ ദുരന്ത സ്ഥലത്തും തടിച്ചുകൂടുന്നു. ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞു എന്ന് കരുതി വീണ്ടും അവിടെ ദുരന്തത്തിന് സാധ്യതയില്ലാതില്ല. വീണ്ടും അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം മഴ അവിടെ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ഭാഗത്ത് പോലും മണ്ണിടിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും ആളുകൾ തടിച്ചുകൂടിയാൽ, പിന്നെയും ഒരു ദുരന്തമുണ്ടായാൽ അത് ഇരട്ടി പ്രഹരം ഏൽപ്പിക്കുകയുള്ളൂ. അതൊന്നും കണക്കിലാക്കാതെ സെൽഫി എടുക്കാനുള്ള ആളുകളുടെ ബഹളം, തിരക്ക്, അവിടെ സെൽഫി എടുക്കുന്ന വീഡിയോകളൊക്കെ എത്ര നമ്മൾ കണ്ടു. എന്തൊരു മോശം പ്രവണതയാണ് മനുഷ്യർ കാണിച്ചു കൂട്ടുന്നത്. എത്ര പേർ ഇനി മണ്ണിനടിയിലുണ്ടെന്നറിയില്ല. അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ തിരക്കുകൾക്കിടയിൽ അവിടെ കാഴ്ച കാണാൻ വരുന്ന ആളുകൾ, എന്തൊരു കഷ്ടമാണ്. ഈ രക്ഷാപ്രവർത്തക സംഘമൊക്കെ അവരെയൊക്കെ അവിടെ നിന്ന് ഓടിക്കുന്നത് കണ്ടു. നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കൂ, ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കരുത്, അല്ലെങ്കിൽ തന്നെ ഇനിയും ഒരു അപകടത്തിന് സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഓടിച്ചു വിടുന്നത് കണ്ടു. എന്തിനാണ് മനുഷ്യർ ഇങ്ങനെ ആഘോഷിക്കുന്നത് ദുരന്തങ്ങളെ? അതൊരു വലിയ ചോദ്യമായി മാറുകയാണ്, ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം മനുഷ്യന്റെ പ്രതികരണങ്ങൾ. അതുപോലെ തന്നെ ഇത് പ്രകൃതി ഉണ്ടാക്കി വെച്ച ഒരു ദുരന്തമല്ല, മനുഷ്യനിർമ്മിതമാണെന്ന് വ്യക്തമാവുകയാണ് നമുക്ക്. കഴിഞ്ഞ മാസം 20-ാം തീയതി ഈ കരാർ കമ്പനിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നതാണ് സർക്കാർ, ആ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന്. വയനാടിൻ്റെ പ്രത്യേകത അറിയാം. അവിടെ ഇതിനു മുൻപും നമുക്ക് അവിടെ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴ സമയമൊക്കെ ആകുമ്പോൾ ഏത് സമയത്തും അപ്രതീക്ഷിതമായിട്ട് മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാകാം. പക്ഷേ ഇത് പ്രകൃതി പോലും അറിയാതെ മനുഷ്യർ ഉണ്ടാക്കി വെച്ച ഒരു അപകടമാണെന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ? സർക്കാരിനും ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും കൈകഴുകി മാറി നിൽക്കാൻ കഴിയില്ല. 20-ാം തീയതി ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു, ഉത്തരവിട്ടിരുന്നു, ഇത് മാറ്റണം.
എന്നിട്ട് അവർ എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന് അന്വേഷിക്കാൻ സർക്കാർ, ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഇവരൊക്കെ തയ്യാറായോ? അവരുടെ വീഴ്ച കൂടിയല്ലേ അത്? ഇതിലൊക്കെ ഇരയാക്കപ്പെടുന്നത് സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. പാവപ്പെട്ട തൊഴിലാളികളാണ് ഇങ്ങനെയുള്ള വലിയ ദുരന്തങ്ങളിൽ ഇരകളാകുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ അവരൊക്കെ മനുഷ്യരല്ലേ? അവരും മനുഷ്യരാണ്, അവർക്കും കുടുംബങ്ങളുണ്ട്, അവരും ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മളൊക്കെ മൂടി പൊതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്തും അവരൊക്കെ അവിടെ കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ഈ വലിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ അവിടെയും ഇവിടെയും ഒക്കെ ഇട്ട് മൂടിയിരിക്കുന്നു. അത്രയും വലിയൊരു മൺകൂന, അത്രയും കൂമ്പാരം പോലെ എത്ര അടി മുകളിലാണ് ആ മണ്ണ് നിൽക്കുന്നത്. എന്തുമാത്രം ഉണ്ടായിട്ടാണ് ഇത്രയും ആളുകൾ അതിനടിയിൽപ്പെട്ട് മരിക്കേണ്ടി വന്നത്? ഇനിയും എത്രത്തോളം ആളുകൾ മണ്ണിനടിയിലുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിനിടയ്ക്ക് അത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുന്ന കുറേ ആളുകൾ കൂടിയുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പറയുന്നത് കേട്ടു, CPM-കാർ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങും. അതെന്തിനാ CPM-കാരെന്നൊക്കെ എടുത്തു പറയുന്നത്? ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, നമ്മുടെ നാട്ടിലൊരു ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ടോ വലിയവനെന്നോ ചെറിയവനെന്നോ നോക്കിയിട്ടോ ഒന്നും അല്ല ആരും ഇറങ്ങിത്തിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി. അവിടെ CPM-കാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ BJP-കാരനെന്നോ എന്നുള്ള വേർതിരിവില്ല. അതാദ്യം മാറ്റിവെക്കാം. അപ്പോൾ അവിടെ നടന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിനുള്ള ശ്രമമാണ്. അതുകൂടാതെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത് കേട്ടു, അവർക്ക് അടിയന്തര ചികിത്സ സൗജന്യമായിട്ട് നൽകണം, മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം, ഇങ്ങനെയുള്ള ഓർഡറുകൾ കൊടുക്കുകയാണ് സർക്കാരിന്. ആ സമയത്ത് എന്താണ് വേണ്ടത്? രക്ഷാപ്രവർത്തനം നടത്തുക. എത്ര പേരെ രക്ഷിക്കാൻ കഴിയുമോ അത്രയും പേരെ രക്ഷിക്കുക. രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പുകൾക്കും വ്യക്തിപരമായിട്ടുള്ള മുതലെടുപ്പുകൾക്കും ഒന്നും നിൽക്കാതെ ആ സമയത്ത് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയണം. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച ഈ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആഘോഷിക്കുന്ന ആ ഒരു പ്രവണത, അതിനെ ആഘോഷമാക്കുന്നത് പലതരത്തിലാണ്. ചാനലുകൾ ഇപ്പോൾ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ദൃശ്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പടപടാന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണെങ്കിൽ കുറേ മനുഷ്യർ അവിടെ ചെന്ന് സെൽഫി എടുത്ത് വീഡിയോകൾ പകർത്തി അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യാനുള്ള വ്യഗ്രത കാണിക്കുകയാണ്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരം ദുരന്തങ്ങളെ ആഘോഷിക്കുകയാണെന്ന് പറയാതെ വയ്യ. വലിയ സങ്കടമുണ്ട് ഇത് പറയുന്നതിലും. ഈ ഒരു മനോഭാവം നമ്മൾ മാറ്റണം. വലിയ പ്രളയം 2018 വലിയ പ്രളയമൊക്കെ വന്നപ്പോൾ നമുക്കറിയാം, കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ മുങ്ങിത്താണ് കിടന്നപ്പോൾ അവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള ആളുകൾ കാണാൻ വേണ്ടി എത്തി. പ്രളയം കാണാൻ വേണ്ടി, കണ്ട് ആസ്വദിക്കാൻ വേണ്ടി എത്തി. എന്തൊരു രസമാണ് അല്ലേ? ഈ പ്രളയത്തിൻ്റെയും ഈ വലിയ പ്രകൃതി ദുരന്തങ്ങളുടെയും ഒക്കെ ഇരകളാകേണ്ടി വരുന്ന മനുഷ്യർക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുവെന്ന്. പുറത്തു നിന്ന് കാണുന്നവർക്ക് വെറും ഒരു വാർത്ത അല്ലെങ്കിൽ വെറും ഒരു കാഴ്ച. ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരും നമ്മളെപ്പോലെ തന്നെയാണ്, പച്ച മനുഷ്യരാണ്. അവരുടെ വേദന മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ വീണ്ടും വീണ്ടും സർക്കാരിനോട് ഉൾപ്പെടെ ഉള്ള അപേക്ഷയാണിത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായി കാണരുത്. പ്രകൃതിയെ നമ്മൾ എല്ലാ കാര്യത്തിലും പഴിച്ചിട്ട് കാര്യമില്ല. മനുഷ്യൻ ചെയ്യാനുള്ളത് മനുഷ്യർ തന്നെ ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും ആരെങ്കിലും പഴിചാരി ആരും രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, ഒരുപോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട്. ഇനിയും ഇങ്ങനെ നമ്മുടെ ഒരു അനാസ്ഥ കൊണ്ട്, അതായത് മനുഷ്യരുടെ അനാസ്ഥ കൊണ്ട് ജീവനുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പൊലിയാൻ കാരണമാകാതിരിക്കട്ടെ. ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തമാണെങ്കിൽ കൂടി അതിന് ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ പരിസ്ഥിതിയെ പഠിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് അതിന് തക്ക വികസന പ്രവർത്തനങ്ങൾ മാത്രം ഇവിടെ നടപ്പിലാക്കാൻ ദയവ് ചെയ്ത് നമ്മുടെ സർക്കാരിനോടും നിയമത്തിനോടുമൊക്കെ അപേക്ഷിക്കുകയാണ്. കാരണം നിയമത്തിനോടും കൂടെ എന്ന് ഞാൻ പറയാൻ കാരണം, ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജികളൊക്കെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചെന്നെങ്കിലും അതൊക്കെ അവർ തള്ളുകയായിരുന്നു. കാരണം ഇത് പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഈ ഒരു തുരങ്കത്തെ സംബന്ധിച്ച് പ്രകൃതി അല്ല ദുരന്തം നമുക്ക് തന്നതെങ്കിലും കുറച്ചുകൂടി പഠനം ഇതിനെക്കുറിച്ച് നടത്തേണ്ടിയിരിക്കുന്നു. വയനാട്ടിലെ കാലാവസ്ഥ അതാണ്, അന്തരീക്ഷം അതാണ്, മണ്ണ് പ്രത്യേകതയുള്ളതാണ്. അവിടെ മഴയൊക്കെ അടുപ്പിച്ച് 2-3 മഴ കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അന്തരീക്ഷം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ദുരന്തത്തിൽപ്പെട്ട ഓരോരുത്തർക്കും വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടു വരട്ടെ. ബാക്കിയുള്ള മനുഷ്യരെ ഇത് ആഘോഷിക്കാതിരിക്കുക. നമ്മളെപ്പോലെ തന്നെയാണ് അവരും.